Hello everyone, once again welcome back to Wings Online. നമ്മൾ ഇന്ന് ക്ലാസ് 8ലെ എൻജിൻ ട്രബിൾ എന്ന് പറഞ്ഞൊരു ലെസന്റെ നോട്ട്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മൾ എന്തെടുത്തിട്ടുണ്ട്, എൻജിൻ ട്രബിൾ എന്ന് പറയുന്ന ഒരു ലെസൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ മാൽഗുഡി എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ നടക്കുന്ന ഒരു ഇവന്റ് ആണ്, അല്ലെങ്കിൽ ഒരു കഥയാണ് എൻജിൻ ട്രബിളിലുള്ളത്. നമ്മൾ ബേസിക്കലി ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ആരാ എഴുതിയിരിക്കുന്നത്, R.K. നാരായൺ എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് ഓഥർ ആണ് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം R.K. നാരായൺ ആരാണ്, വളരെ പ്രശസ്തനായിട്ടുള്ള ഇന്ത്യക്കാരനായിട്ടുള്ള ഇംഗ്ലീഷിൽ എഴുതുന്ന ഒരു ഓഥറാണ് R.K. നാരായൺ. അപ്പൊ R.K. നാരായണന്റെ ഒരു ഇമാജിനറി വേൾഡ് ആണ് എന്ത്, ഈ പറയുന്ന മാൽഗുഡി എന്ന് പറഞ്ഞ ഒരു സ്ഥലം. അപ്പോ ഇയാളുടെ ഒട്ടുമിക്ക വർക്കുകളും എവിടെ തന്നെയാണ് നടക്കാറ്, മാൽഗുഡി എന്ന് പറഞ്ഞ ഒരു ഇമാജിനറി പ്ലേസിലാണ്. നമുക്ക് വേറെങ്ങും ഈ ഒരു സ്ഥലം കാണാൻ പറ്റുന്നില്ലെങ്കിലും നമുക്ക് ഈ പറയുന്ന R.K. നാരായണന്റെ ഒട്ടുമിക്ക കഥകൾ നോക്കിയാൽ എന്ത് കാണാൻ പറ്റാറുണ്ട്, ഈ പറഞ്ഞ മാൽഗുഡി എന്ന് പറഞ്ഞ ഒരു സ്ഥലം കാണാറുണ്ട്. അദ്ദേഹം ഒരു കഥയിൽ മാത്രമല്ല പല പല കഥകളിൽ ഈ ഒരു സ്ഥലം ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടെക്നിക്ക് പല പല ഫേമസ് ഓതേഴ്സ് ഒക്കെ നമുക്ക് എന്ത് അറിയാം, ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അറിയാം ഒരു ഇംഗ്ലീഷ് ഓതർ തോമസ് ഒരു ഇംഗ്ലീഷ് ഓതർ വെസെക്സ് എന്ന് പറഞ്ഞ ഇമാജിനറി പ്ലേസ് ഒക്കെ അവർ ഇങ്ങനെ ചെയ്തു വെക്കാറുണ്ട്. അവരുടെ ഈ പറയുന്ന നോവൽസിൽ മാത്രമേ ഈ ഒരു കഥകളൊക്കെ കാണാം, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണാം. അപ്പൊ അതേപോലെ തന്നെ മാൽഗുഡി ആരുണ്ടാക്കിയ ഒരു സ്ഥലമാണ്, നമ്മുടെ R.K. നാരായൺ അദ്ദേഹത്തിന്റെ കഥകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു കഥയാണ് ഈ പറഞ്ഞ എൻജിൻ ട്രബിൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമുക്കറിയാം. അപ്പോൾ ഇതിൽ നിന്ന് ബേസിക്കലി നമുക്ക് ഈ പറയുന്ന എക്സാംസിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നോക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പോ ഫസ്റ്റത്തെ നമ്മളൊരു നറേഷൻ ആണ് പഠിച്ചു വെക്കുന്നത്. നമുക്കറിയാം ഇംഗ്ലീഷിന്റെ പ്രത്യേകത എന്താണ്, നറേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തും ചെയ്യാം. നറേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സമ്മറി അറിയുന്നത് തന്നെയാണ് അതിന്റെ അർത്ഥം. കഥ ചുരുക്കത്തിൽ പറയുന്നത് തന്നെയാണ് നറേഷൻ. പക്ഷെ അത് കഥ പറയുന്ന രീതിയിൽ ആരെ കൊണ്ടാണോ പറയിപ്പിക്കേണ്ടത് നമുക്ക് അത് എക്സാമിലെ ക്വസ്റ്റ്യൻ അനുസരിച്ചിരിക്കും. ചിലപ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ അത് തേർഡ് പേഴ്സൺ നറേറ്റീവിലൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിലാകുമ്പോൾ ഈ കഥയുടെ നമ്മുടെ പ്രോട്ടഗോണിസ്റ്റിലെ ആ ഒരു ആൾ ആരാണോ, ആ ഒരു നടൻ, ആ ഒരു പ്രോട്ടഗോണിസ്റ്റ്, ആ മെയിൻ ആയിട്ടുള്ള ആ ഹീറോ ആരാണോ അദ്ദേഹം പറയുന്ന രീതിയിലൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ നറേഷൻ നോക്കാം. ഈ പറയുന്ന എന്താണ് കഥയിൽ സംഭവിച്ചേക്കണേന്ന് നോക്കാം. അപ്പൊ നോക്കാം, എ ഫ്യൂ ഇയേഴ്സ് എഗോ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് സംഭവിച്ചത്, എ ഷോമാൻ സ്റ്റാർട്ടഡ് ഗേറ്റി ലാൻഡ് ഇൻ അവർ ടൗൺ. ഞങ്ങളുടെ ഈ പറഞ്ഞ കഥയിലത്തെ നടൻ തന്നെയാണ് ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, എ ഫ്യൂ ഇയേഴ്സ് എഗോ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചെറിയ ടൗണിൽ എന്ത് വന്നു, ഒരു ചെറിയ കാർണിവലൊക്കെ പോലെ, ഒരു ചെറിയ സർക്കസ് ഒക്കെ പോലെ ഒരു ഇവന്റ് വന്നു. അതിനെയാണ് ഗേറ്റി ലാൻഡ് എന്ന് പറയുന്നത്. അതിന്റെ പേരായിരുന്നു ഗേറ്റി ലാൻഡ്. അപ്പോൾ ഒരു ഷോമാൻ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഐ വോൺ എ വെരി ഓഡ് പ്രൈസ് ഇൻ എ ലോട്ടറി. അപ്പോൾ വളരെ അപരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഓടായിട്ടുള്ള ഒരു ലോട്ടറിയാണ് നമ്മളുടെ ഈ ഒരു നായകനെ അവിടെ വെച്ച് ലോട്ടറി അടിച്ചത്. സാധാരണ നമുക്കറിയാം എന്തൊക്കെ ലോട്ടറി അടിക്കാം, ചിലപ്പോൾ ഒരു കാർ ലോട്ടറി അടിച്ചു നേരിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഫ്രിഡ്ജ് അല്ലെങ്കിൽ TV, ഇതൊക്കെ നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളതാണ്. നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുറെ സാധനങ്ങൾ ലോട്ടറി അടിക്കുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ എന്താണ് ഈ പറയുന്ന വേറെ ആർക്കും വേണ്ടാത്ത ഒരു റോഡ് എഞ്ചിൻ അല്ലെ, നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് ഒരു റോഡ് എഞ്ചിൻ ഈ പറഞ്ഞ ഒരു ലോട്ടറി ആയിട്ട് അടിക്കുന്നതെന്ന്? നമ്മൾ ആരെയും കേട്ടിട്ടില്ല അല്ലെ. പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ തന്നെ റോഡ് എഞ്ചിൻ എന്തിനാണ് എന്നുള്ളൊരു ചിന്തയിലെ നമുക്ക് വരാം. അപ്പൊ ഇവിടെയും ഇയാൾക്ക് വളരെ സർപ്രൈസിങ് ആയിട്ട് ഈ പറയുന്ന ഗേറ്റി ലാൻഡിന്റെ ഫംഗ്ഷന്റെ ഭാഗമായിട്ട് ഇയാൾക്ക് എന്തടിച്ചു, ഒരു ലോട്ടറി അടിച്ചു. എന്താണ് ലോട്ടറി അടിച്ചത്, ഇയാൾക്ക് അടിച്ചത് ഒരു റോഡ് എഞ്ചിൻ ആണ് ഇയാൾക്ക് ലോട്ടറി ആയിട്ട് കിട്ടിയത്. അപ്പോ അറ്റ് ഫസ്റ്റ് തുടക്കത്തിൽ ഐ ഫെൽറ്റ് ഹാപ്പി. അപ്പൊ ഇയാൾ പറയണ റോഡ് എഞ്ചിൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ അല്ലെ. പെട്ടെന്ന് കേൾക്കുമ്പോൾ ചിന്തിക്കുന്നില്ല ഇത് എന്തിനാണെന്നൊന്നും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യം കേട്ടപ്പോൾ ഇയാൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. ബട്ട് സൂൺ ഇറ്റ് ബിക്കേം എ ബിഗ് പ്രോബ്ലം. പക്ഷെ എന്താണ്, ഒട്ടും വൈകാതെ പെട്ടെന്ന് തന്നെ ഇത് വളരെയധികം വലിയൊരു പ്രശ്നമായിട്ട് മാറി. ഫസ്റ്റ് എന്താണ് ഇയാൾക്ക് സംഭവിച്ചത്, ഇയാളുടെ നാട്ടിലെ ഗേറ്റ് ലാൻഡ് എന്ന് പറഞ്ഞൊരു ഷോമാൻ, ഒരു ഗേറ്റ് ലാൻഡ് എന്ന് പറഞ്ഞൊരു സർക്കസ് അല്ലെങ്കിൽ കാർണിവൽ ഒരു സംഭവമായിട്ട് വന്നു. അവിടെ വെച്ച് നമ്മളെ നായകൻ എന്തടിച്ചു, ഒരു ലോട്ടറി അടിച്ചു. ലോട്ടറി അടിച്ചത് എന്താണ്, ഒരു റോഡ് എഞ്ചിനാണ്. റോഡ് എഞ്ചിനാണ് ഇയാൾക്ക് എന്തടിച്ചത്, ഈ പറയുന്ന ലോട്ടറി ആയിട്ട് അടിച്ചത്. ഫസ്റ്റ് തുടക്കത്തിൽ ഫസ്റ്റ് ഇയാൾക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നി. ഇയാൾക്ക് തോന്നിപ്പോയി റോഡ് എഞ്ചിൻ അല്ലേ, എന്ത് ഭയങ്കര സംഭവമാണ്, ആ ഒരു സംഭവം ഇയാളുടെ മൈൻഡിൽ കൂടെ പോയത്. പക്ഷെ പിന്നെയാണ് ഇയാൾക്ക് അതിന്റെ പ്രശ്നം മനസ്സിലായത്. പിന്നെയാണ് ഇയാൾ എന്ത് ചിന്തിക്കുന്നത്, എന്തിനാണ് റോഡ് എഞ്ചിൻ, അത് ഇയാൾക്ക് പിന്നെയാണ് ഇയാളുടെ ചിന്തയിലോട്ട് പോയത്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഒട്ടും വൈകാതെ ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറി എന്ന് പറയുന്നത്. അപ്പോ സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം, ഐ ഹാഡ് ടു പേ ഹൈ റെന്റ്. നോക്കിയേ പ്രശ്നം എന്തൊക്കെയാന്ന് വെച്ചാൽ, പിന്നെ ഇത് പ്രശ്നങ്ങളായി മാറി എന്ന് പറഞ്ഞില്ല. അപ്പൊ എന്തൊക്കെയാണ് പ്രശ്നം എന്ന് പറഞ്ഞാല്, ഐ ഹാഡ് ടു പേ ഹൈ റെന്റ്, ബോറോ മണി ഓൺ മൈ വൈഫ്സ് ജുവൽസ് ആൻഡ് സ്പെൻഡ് മോർ ടു മൂവ് ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എലിഫന്റ് വർക്കേഴ്സ് ആൻഡ് എ ഡ്രൈവർ. അപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാല്, ഈ പറയുന്ന
എന്ത് കിട്ടി? ഇയാൾക്ക് ഈ പറയുന്ന ഒരു റോഡ് എഞ്ചിൻ ഗിഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ലോട്ടറി ആയിട്ട് കിട്ടി. അപ്പൊ ഇയാൾ ആദ്യം നമ്മുടെ ഇവരോട് ചോദിച്ചു, ഞാനിത് ഇപ്പൊ തന്നെ എടുത്തോണ്ട് പോകണോ, കാരണം എനിക്ക് ഇത് ഓടിക്കാനൊന്നും അറിയില്ല. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങളുടെ ഈ പറയുന്ന കാർണിവൽ കഴിയുന്നവരെ നിങ്ങൾ അത് അവിടെ തന്നെ ഇട്ടു, ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു, ഇത് അവിടെ തന്നെ ഇട്ടു. ഈ പറയുന്ന ഗേറ്റ് ലാൻഡ് അവിടെ നിന്ന് പോകുന്നവരെ, ആ കാർണിവൽ ഇവിടെ നാട്ടിൽ നിന്ന് പോകുന്നവരെ ഈ പറയുന്ന സ്ഥലത്ത് ആ ഒരു മൈതാനത്തിൽ എന്ത് ചെയ്തു, ഇയാൾ ഈ പറയുന്ന റോഡ് എഞ്ചിൻ അവിടെ തന്നെ ഇട്ടു. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും വന്ന് നോക്കി നോക്കി പോകും, അതിലൊന്ന് തുടക്കുകയൊക്കെ ചെയ്യും. ഒരു സന്തോഷമൊക്കെ ആയിരുന്നു തുടക്ക സമയങ്ങളിൽ. പക്ഷെ ഒട്ടും വൈകാതെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. ഗേറ്റ് ലാൻഡ് പോയി കഴിഞ്ഞപ്പോൾ മുനിസിപ്പാലിറ്റി ഇയാൾക്ക് എന്താ അയച്ചു, ഇയാൾക്ക് ഒരു ലെറ്റർ അയച്ചു, ഇയാളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതായത് നിങ്ങൾ ഇവിടെ തന്നെ ഇട്ടാൽ എന്ത് കൊടുക്കണം, റെന്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകണം. ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ നാട്ടിൽ ആർക്കും ഈ സാധനം ഓടിക്കാൻ അറിയില്ല, ഇയാൾക്കും അറിയില്ല, ഒട്ടുമിക്ക ആൾക്കാർക്കും ഡ്രൈവും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ അത് ഭയങ്കര പ്രശ്നം, ഇത് എങ്ങനെ എടുത്ത് നീക്കും ആർക്കും അറിയില്ല. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു, പലരുടെ സഹായം തേടിച്ച് സമ്മതിക്കാണ്ടായപ്പോ എന്ത് ചെയ്തു, കുഴപ്പമില്ല റെന്റ് കൊടുക്കുക. ഇയാൾ വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. അന്നത്തെ അന്നത്തെ തന്നെ ജോലി എടുത്ത് അന്നത്തെ കാര്യങ്ങൾ മാത്രം നടത്തിയിട്ടുണ്ട്. സാധാരണ ഫാമിലിയാണ് ഇയാളുടെ. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വേറെ ഒരുപാട് പൈസ കൊടുത്ത് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു, കുഴപ്പമില്ല റെന്റ് തരാം, അതായത് വാടക കാശ് മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തോളാന്ന് ഉദ്ദേശത്തിൽ അതൊക്കെ വാക്കൊക്കെ പാലിച്ച് ഇയാൾ എന്ത് ചെയ്യാൻ തുടങ്ങി, റെന്റ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ നോക്കാം, അതാണ് പറയുന്നത്, ഇയാൾക്ക് എന്താണ് പ്രശ്നം വന്നത്, ഹൈ റെന്റ്, വളരെയധികം വലിയ വലിയ പൈസ റെന്റ് ആയിട്ട് വാടക കാശായിട്ട് കൊടുക്കേണ്ടി വന്നു. ഈ റെന്റ് അടക്കാൻ വേണ്ടി ഇയാൾ എന്തൊക്കെ ചെയ്ത്, ബോറോ മണി, പലരുടെ പൈസ കടം വാങ്ങി. എങ്ങനെയാണ് കടം വാങ്ങുന്നത്, ഓൺ മൈ വൈഫ് ജുവൽസ്, ഈ പറയുന്ന ഭാര്യയുടെ ആഭരണങ്ങൾ പണയം വെച്ചുകൊണ്ടാണ് ഇയാൾ ഈ പറയുന്ന പൈസ കടം മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് സ്പെൻഡ് മോർ ടു മൂവ് ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എലിഫന്റ് വർക്കേഴ്സ് ആൻഡ് എ ഡ്രൈവർ. അതിനുശേഷം എന്താണ് അവിടെ വേറൊരു പരിപാടിയൊക്കെ വരുന്നത്, ഇത് പെട്ടെന്ന് അവിടെ മാറ്റേണ്ടി വന്നു. മുനിസിപ്പാലിറ്റി പെട്ടെന്ന് ഓർഡർ കൊടുത്തു, ഇനി ഇമ്പോർട്ടന്റ് ടൈമില്ല, പെട്ടെന്ന് മാറ്റിക്കോളം എന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് മാറ്റേണ്ട അവസ്ഥ വന്നപ്പോൾ അതിന് ഇയാൾ സഹായം തേടിയത് ആരുടെയൊക്കെയാണ്, ഇയാളുടെ വിഷമമൊക്കെ ഇട്ടപ്പോൾ ഒരു പൂജാരി ആരെ കൊടുത്തു, അമ്പലത്തിലെ ആനനെ കൊടുത്തു. ഈ ആനയുടെ സഹായത്തോടുകൂടി നിങ്ങൾ അത് നീക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ പറയുന്ന ആനക്ക് വേണ്ട ഫുഡ് ഇയാൾക്ക് കൊടുക്കേണ്ടതെന്നും അതിന്റെയൊക്കെ പൈസ ഇയാൾ കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ അവിടെയും ചെലവുകളുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പണിക്കാർ, ഈ പറയുന്ന ഉന്തി തള്ളി വിടാനായിട്ട് കുറച്ച് ലോഡിംഗ് തൊഴിലാളികളെ ഇയാൾ മേടിച്ചു, അവർക്കും പൈസ കൊടുക്കേണ്ടി വന്നു. ആൻഡ് ഡ്രൈവർ, അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഇത് ഓടിക്കാനൊന്നും അറിയില്ലെങ്കിലും ചെറിയൊരു ഡ്രൈവിംഗ് അറിയുന്ന ഒരാള് സ്റ്റിയറിംഗ് പിടിച്ചോളാം എന്ന് പറഞ്ഞു. ആ ഒരു ഡ്രൈവറും സഹായത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവർ, എലിഫന്റ്, വർക്കേഴ്സ്, ഇവരുടെയൊക്കെ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയുള്ള പൈസ ഇയാൾ കൊടുക്കേണ്ടി വരും. അവിടെ ഇയാൾക്ക് ഒരുപാട് പൈസ നഷ്ടം ഉണ്ടായിരുന്നു. അതിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഡ്രൈവർക്ക് ഓടിക്കാൻ അറിയില്ല, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് പിടിക്കാന്ന് മാത്രമാണ് ഇയാൾ പറയുന്നത്. അതേപോലെ തന്നെ വർക്കേഴ്സിന്റെ കാര്യമായാലും അവർക്ക് വലിയ ഊഹങ്ങളൊന്നും ഇല്ല, പക്ഷെ അവർക്കും പൈസ കൊടുക്കുന്നവരുണ്ട്. എലിഫന്റിനാണെങ്കിലോ ഈ പറഞ്ഞ സാധനം ചിലപ്പോൾ അതിന് വലിച്ചു ശീലം ഉണ്ടായിരിക്കാം, പക്ഷെ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇയാൾ ഫേസ് ചെയ്യുന്നുണ്ട്. ദ എഞ്ചിൻ വെന്റ് ഔട്ട് ഓഫ് കൺട്രോൾ, ബ്രോക്ക് എ വാൾ ആൻഡ് ഗേവ് മീ മെനി ട്രബിൾസ്. അപ്പൊ ലാസ്റ്റ് എന്താണ്, ആ ഒരു ഇവന്റിലുണ്ടായ പ്രശ്നം എന്താണ്, ഇയാൾ എന്ത് ചെയ്തു, ഇയാൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ ആയിട്ട് വന്നു, ഇതൊന്ന് സെറ്റപ്പ് ചെയ്യാം, എന്നൊക്കെ ഓക്കെ ആക്കാന്നുള്ളൊരു ഈ ഒരു പ്രതീക്ഷയോടുകൂടിയാണ്, ഹോപ്പോടുകൂടിയാണ് ഇയാൾ വരുന്നത്. പക്ഷെ അവിടെ ഉണ്ടായ പ്രശ്നം എന്താണ് നമുക്കറിയാം. അവിടെ എന്താണ് പ്രശ്നം ഉണ്ടായത്, ഈ പറയുന്ന ലോഡിംഗ് തൊഴിലാളി തള്ളാൻ തുടങ്ങി. ഇയാൾക്ക് ഓടിക്കാൻ അറിയില്ല, വെറുതെ സ്റ്റിയറിംഗ് പിടിച്ചോണ്ടിരിക്കുകയാണ്. എലിഫന്റ് എന്ത് ചെയ്തു, ആദ്യം അങ്ങോട്ട് കറക്റ്റ് ആയി വന്നെങ്കിലും പിന്നെ അതൊരു 6 ലൈൻ, അതായത് സെറ്റ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ പറയുന്ന റോഡ് എഞ്ചിന്റെ പോക്ക്. ഇവര് പ്രതീക്ഷിച്ച ഒരു സ്ഥലത്തേക്ക് എന്തുപോയില്ല, ഈ പറയുന്ന റോഡ് എഞ്ചിൻ പോയില്ല. അത് നേരെ എങ്ങോട്ട് ചെയ്യുന്നു, ഇവിടെ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തെ ആ ഒരു വോളിൽ, ആ ഒരു ഭിത്തിയിൽ ചെന്നിടിച്ച് അത് മൊത്തം എന്ത് ചെയ്തു, അത് മൊത്തം അവിടെ തകർന്നു പോയി. അതിന്റെ ബാക്കിയായിട്ട് കുറച്ച് എലിഫന്റ് തകർക്കുകയും ചെയ്തു. അപ്പൊ എന്താണ്, ഇയാൾക്ക് വലിയ വലിയ നഷ്ടങ്ങളാണ് ആ ഒരു ദിവസം കൊണ്ടുണ്ടായത്. ഈ പറഞ്ഞ കൃത്യമായിട്ട് ജോലി ചെയ്ത വർക്കേഴ്സിന് എന്നിട്ട് ഇയാൾ പൈസ കൊടുക്കേണ്ടി വന്നു. ഈ പറയുന്ന അത് മര്യാദക്ക് ഓടിക്കാഞ്ഞ ഈ പറഞ്ഞ ഈ ഡ്രൈവറിന് ഇയാൾ പൈസ കൊടുക്കേണ്ടി വന്നു. ഈ എലിഫന്റ് എന്താ ചെയ്തത്, അതായത് തോന്നിയെടുത്ത് വലിച്ചിട്ട് പോവുകയും ചെയ്ത് രണ്ടാമത്തെ ഭിത്തി അയാൾ പിന്നെയും അത് പൊളിക്കുകയും ചെയ്തു. ഈ പറയുന്ന ആണ്. എന്നിട്ടും ഈ പറയുന്ന എല്ലാത്തിന്റെയും പൈസ, ഇയാൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. ഇയാൾക്ക് വേണ്ടി ഈ പറയുന്ന 3 സബ്, എലിഫന്റ് ആയിക്കോട്ടെ, വർക്കേഴ്സ് ആയിക്കോട്ടെ, ഡ്രൈവേഴ്സ് ആയിക്കോട്ടെ, അവരൊന്നും ചെയ്തില്ല. എന്നിട്ട് എന്താണ്, അതിനുള്ള പൈസ ഇയാളുടെ കയ്യിൽ നിന്ന് പോയി എന്നാണ് പറയുന്നത്. അപ്പൊ നറേഷന്റെ ഭാഗത്ത് എന്താ പറഞ്ഞത്, ദ എഞ്ചിൻ വെന്റ് ഔട്ട് ഓഫ് കൺട്രോൾ ആയിപ്പോയി, എങ്ങോട്ടൊക്കെയോ പോയി. ബ്രോക്ക് വാൾ, ഈ പറയുന്ന വാൾ തകർത്തു. ആൻഡ് ഗേവ് മീ മെനി ട്രബിൾസ്, അയാൾക്ക് അതിലും വലിയ പ്രശ്നങ്ങൾ ഈ പറയുന്ന ഒരു എഞ്ചിൻ ഈ ഒരു ലാസ്റ്റ് ദിവസം കൊണ്ട് എത്തിച്ചു. അറ്റ് ലാസ്റ്റ്, ഇനിയിപ്പോ ക്ലൈമാക്സിലേക്ക് വരണം. ലാസ്റ്റ് എന്ത് സംഭവിച്ചത്, അറ്റ് ലാസ്റ്റ് ആൻ എർത്ത് ക്വേക്ക് ഷൂക്ക് ദ ടൗൺ. അവരുടെ നാട്ടില്, അവരുടെ ആ ടൗണിൽ എന്ത് വന്നു, ഒരു ഭൂമികുലുക്കം വന്നു. പെട്ടെന്ന് ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഒരു ഭൂമികുലുക്കം വന്നു. എർത്ത് ക്വേക്ക് എന്ന് പറഞ്ഞാൽ ഭൂമികുലുക്കം. ആൻഡ് ദ എഞ്ചിൻ ഫെൽ ഇൻ ടു ആൻ ഓൾഡ് വെൽ. അന്ന് രാത്രി എന്ത് സംഭവിച്ചു, ഈ പറയുന്ന എഞ്ചിനെ കാണാനുണ്ടായിരുന്നില്ല. പിന്നെ നോക്കിയപ്പോഴാണ് അവിടെ ഒരു പഴയ കിണറുണ്ട്. ആ കിണറിലേക്ക് എന്ത് വീണു, ഈ പറയുന്ന എഞ്ചിൻ വീണു. പക്ഷെ അവിടെ ഇയാൾക്ക് സർപ്രൈസിംഗ് ആയിട്ട് ഇയാൾക്ക് എന്താ പറയാ, ഇയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംഭവം നടന്നതാണ്. ദ ഓണർ ഓഫ് ദ വെൽ വാസ് ഗ്ലാഡ്. ഈ പറയുന്ന കിണറിന്റെ ഉടമസ്ഥൻ നല്ല മനുഷ്യനും, അയാൾ അത്യാവശ്യം സന്തോഷവാനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എന്താണ്, അയാളുടെ കിണറിലോട്ട് വീണുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്തു, അയാൾ ഈ പറയുന്ന ഇയാളുടെ എല്ലാ ഡെപ്റ്റുകളും, അതായത് ക്ലിയർഡ് ഓൾ മൈ ഡെപ്റ്റ്, അതായത് ഇയാളുടെ എല്ലാ കടങ്ങളും ആര് വീട്ടാൻ സംഭവിച്ചു, ഈ പറയുന്ന കിണറിന്റെ ഓണർ വീട്ടാൻ സംഭവിച്ചു. ആൻഡ് ഐ വാസ് ഫ്രീ ഫ്രം ദ ബേർഡൻ. അങ്ങനെ എനിക്കുണ്ടായിരുന്ന എല്ലാ ബേർഡൻസിനും എല്ലാ പ്രശ്നങ്ങളിലും ഇയാൾക്ക് കര കയറാൻ പറ്റി. ആര് കാരണം, ഈ പറയുന്ന വെല്ലിന്റെ ഓണർ ആണ്. ഇയാൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ എർത്ത് വരുന്നോ, ഈ പറയുന്ന സാധനം വെല്ലിലേക്ക് വീഴുന്നൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മളുടെ ഈ പറയുന്ന
നമ്മുടെ ഹീറോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന നടൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ എന്താണ്, എന്നിട്ടും പ്രോട്ടോകോൾസും പ്രതീക്ഷിക്കാണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നു. അതുകൊണ്ട് തന്നെ ഒരു ഹാപ്പി എൻഡിങ് ആണ്. വളരെ ചെറിയ നറേഷൻ ആണ്, ഈസിയാണ്, നമ്മൾ ക്ലാസ്സിൽ വെച്ച് കുറച്ചത് പഠിച്ചതാണ്. അപ്പൊ എന്ത് ചെയ്യുക, ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പഠിക്കുക. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള നറേഷൻ. അപ്പോ നറേഷൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ന്യൂസ് ആർട്ടിക്കിൾ. നമുക്ക് ഇതിൽ നിന്നൊരു ന്യൂസ് ആർട്ടിക്കിൾ വന്നാൽ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഒക്കെ വന്നാൽ എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. നോക്കുക, റൈറ്റ് ന്യൂസ് ആർട്ടിക്കിൾ റിപ്പോർട്ടിംഗ് ദ കെയർസ് ദാറ്റ് ഇറപ്റ്റഡ് വെൻ ദ നറേറ്റർ അറ്റംപ്റ്റഡ് ടു മൂവ് ദ റോഡ് എഞ്ചിൻ. ഈ പറഞ്ഞ റോഡ് എഞ്ചിൻ അയാൾക്ക് എന്താണ് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. ആ ഒരു സാധനം നീക്കാനായിട്ട് അയാൾ കുറെ ശ്രമങ്ങളൊക്കെ നടത്തി. അപ്പൊ അയാൾക്ക് ഉണ്ടായിരുന്ന കുറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒരു ന്യൂസ് റിപ്പോർട്ട് വന്നാൽ എങ്ങനെയായിരിക്കും, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കാം. ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമുക്കറിയാം, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആയിക്കോട്ടെ, ആർട്ടിക്കിൾ ആയിക്കോട്ടെ, എന്താണെങ്കിലും എന്ത് വേണം, ഒരു ഹെഡിങ് വേണം. അപ്പോ ഇവിടുത്തെ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻ എന്താണെന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത്, റോഡ് എഞ്ചിൻ ക്രിയേറ്റ്സ് ട്രബിൾ ഇൻ ടൗൺ. ഈ പറയുന്ന റോഡ് എഞ്ചിൻ ടൗണിൽ എന്ത് ക്രിയേറ്റ് ചെയ്തു, കുറച്ച് പ്രശ്നങ്ങൾ, ട്രബിൾ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഹെഡിങ് ആണ് നമ്മളോട് കൊടുത്തേക്കണം. അപ്പോ അതിനുശേഷം എന്ത് എഴുതണം, സ്ഥലം എഴുതണം. എവിടെയാണ്, നമുക്കറിയാം ആർ കെ നാരായണൻ ഓർഡർ. അപ്പൊ നമ്മൾ നോർമലി എന്ത് കൊടുക്കും, മാൽഗുഡി തന്നെ കൊടുക്കും. മാൽഗുഡി എന്ന സ്ഥലം തന്നെയാണ് സ്ഥലമായിട്ട്, പ്ലേസ് ആയിട്ട് കൊടുക്കണം. അപ്പൊ ഫസ്റ്റ് എന്ത് എഴുതാം, ഫസ്റ്റ് ഈ പറഞ്ഞ ഹെഡിങ് ക്യാപിറ്റൽ ലെറ്റേഴ്സിലോ അല്ലെങ്കിൽ കുറച്ച് ബോൾഡ് ആക്കിയോ നമ്മൾ എഴുതി വെക്കുക. അതിന്റെ തൊട്ട് താഴെ എന്ത് എഴുതാം, ഈ പറഞ്ഞ സ്ഥലം എഴുതുക. ഇവിടെ ഏതാണ് സ്ഥലം, മാൽഗുഡിയാണ് സ്ഥലം. അപ്പോ എന്താണ് ഈ പറഞ്ഞ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നോക്കാം. മാൽഗുഡി, a funny but serious event happened. അപ്പോൾ മാൽഗുഡിയിൽ സംഭവിച്ചതായതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത്, ഈ ഫണ്ണി, വളരെ ഫണ്ണി ആയിട്ടും അതേപോലെ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പറയുന്ന മാൽഗുഡിയിൽ നടന്നത്. when a man tried to move the road engine, he won in ലോട്ടറി അറ്റ് ഗേറ്റ് ലാൻഡ്. എപ്പോഴാണ് ഇത് സംഭവിച്ചത്, ഈ പറയുന്ന ഗേറ്റ് ലാൻഡിൽ ഒരാൾക്ക് എന്ത് കിട്ടി, ലോട്ടറി അടിച്ചു. എന്താണ് ലോട്ടറി അടിച്ചത്, റോഡ് എഞ്ചിനാണ് ലോട്ടറി അടിച്ചത്. ഈ പറയുന്ന ലോട്ടറി അടിച്ചപ്പോ അവിടെ എന്ത് സംഭവിച്ചു, ആ ലോട്ടറി അടിച്ചു, എന്താണ് അടിച്ചത്, റോഡ് എഞ്ചിനാണ് അടിച്ചത്. അപ്പൊ ഈ ലോട്ടറിയുടെ ഭാഗമായിട്ട് കിട്ടിയ റോഡ് എഞ്ചിൻ കാരണം വളരെ ഫണ്ണിയും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇവന്റ് ഈ പറയുന്ന മാൽഗുഡിയിൽ നടന്നു. ഇനിയിപ്പോ എന്താണ് സംഭവം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The man brought a temple elephant, 50 men and a driver named Joseph to move the engine from Gymkhana grounds. അപ്പോ നമുക്കറിയാം ജിംഖാന ഗ്രൗണ്ട്സിലാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ആ ഒരു ജിംഖാന ഗ്രൗണ്ടിൽ നിന്ന് ഈ പറഞ്ഞ എഞ്ചിൻ നീക്കാനായിട്ട് ഇയാൾ കുറച്ച് ആൾക്കാരെ സഹായം തേടി. ആരുടെയൊക്കെയാണ്, ഈ പറയുന്നത് മാൻ ബ്രോട്ട് ടെമ്പിൾ എലിഫന്റ്, അമ്പലത്തിലെ ആനയുടെയും 50 ഈ പറഞ്ഞ ലോഡിംഗ് തൊഴിലാളികളുടെയും ആൻഡ് ഡ്രൈവർ നെയിം ജോസഫ് എന്ന പേരിലൊരു ഡ്രൈവർ ഉണ്ട്. അയാളുടെ സഹായമാണ് ആര് തേടിയത്, നമ്മുടെ ഈ പറയുന്ന ആള് തേടിയത്. അപ്പോ ഈ പറയുന്ന എന്തിനാണ് ഇത് സഹായം തേടിയത്, ഈ പറയുന്ന ജിംഖാന ഗ്രൗണ്ടിൽ നിന്ന് മുനിസിപ്പാലിറ്റിയുടെ നിർദ്ദേശപ്രകാരം അവിടെ നിന്ന് മാറ്റാൻ പറഞ്ഞു എന്ത്, റോഡ് എഞ്ചിൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇയാൾ എന്ത് സഹായം തേടി, ഈ പറയുന്ന ഒരു ആനയുടെയും 50 ആൾക്കാരുടെയും അതേപോലെ തന്നെ ഡ്രൈവറുടെയും സഹായം ആര് തേടി, ഈ പറയുന്ന ആള് തേടി. A big crowd came to watch. ആ ഒരു സംഭവം കാണാൻ, അതാണ് ഈ പറഞ്ഞ ട്രബിൾ ഉണ്ടാക്കിയ ഒരു ഇവന്റ്. ആ ഒരു സംഭവം കാണാൻ ഒരു ബിഗ് ക്രൗഡ് വന്നു എന്നാണ് പറഞ്ഞത്. ഒരു വലിയ ആൾക്കാർ, വലിയ ജനക്കൂട്ടം തന്നെ ഈ പറയുന്ന സംഭവം കാണാൻ വേണ്ടിയിട്ട് വന്നു എന്നാണ് പറയുന്നത്. അറ്റ് ഫസ്റ്റ് ദ എഞ്ചിൻ സ്റ്റാർട്ടഡ് ടു മൂവ്. ആദ്യം തുടക്ക സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എഞ്ചിൻ ഈസി ആയിട്ട് നീങ്ങി തുടങ്ങി. ബട്ട് സൂൺ ഇറ്റ് വെൻ സിക്സാക്. പക്ഷെ എന്താണ്, അധികം വൈകാതെ അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ വേറെ കുറച്ച് പ്രശ്നങ്ങൾ നടന്നു. നമ്മൾ ഉദ്ദേശിച്ച പോലെ എന്ത് പോയില്ല, റോഡ് എഞ്ചിൻ പോയില്ല. റോഡ് എഞ്ചിൻ തോന്നിയ പോലെ 6 ആക്ക് ലൈനായിട്ട്, അത് ഇതേപോലെ സെറ്റ് ഷേപ്പിൽ പോകുന്നതിനാണ് നമ്മൾ 6 ആക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്ന നേരെ പോകുന്ന റോഡ് എഞ്ചിൻ അതിന് പകരം എങ്ങനെ പോയി, 6 ആക്ക് ആയിട്ട് വളഞ്ഞാണ് പോയിക്കൊണ്ടിരുന്നത്. ഇറ്റ് ഹിറ്റ് എ കോമ്പൗണ്ട് വാൾ ആൻഡ് ബ്രോക്ക് ഇറ്റ്. അതേപോലെ തന്നെ എന്താണ്, അതിങ്ങനെ വളഞ്ഞു പോയോണ്ട് തന്നെ മുമ്പിൽ കണ്ട ഒരു വാൾ ചെന്നിടിച്ചു. ആ പറയുന്ന വാൾ തകർന്നു വീണു. ദ എലിഫന്റ് ഗോട്ട് ആംഗ്രി, ബ്രോക്ക് ദ റോപ്സ് ആൻഡ് പുഷ് ഡൗൺ മോർ ഓഫ് ദ വാൾ. ഈ പറഞ്ഞ ഈ ഒരു പ്രശ്നം വന്നപ്പോ എന്ത് പറ്റി, ഓൾറെഡി ഈ പറയുന്ന വാൾ തകർന്നു വന്നു. അത് കണ്ട ആൾക്കാരെ കൊച്ചെടുക്കാൻ തോന്നി. അപ്പൊ എന്താണ്, എലിഫന്റ് ആനക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അപ്പൊ ആന എന്ത് ചെയ്തു, ആനയുടെ മേത്ത് കിട്ടുന്ന റോപ്പൊക്കെ പൊട്ടി എറിഞ്ഞിട്ട് ആന ഇങ്ങോട്ട് പോയി നേരെ ബാക്കി ഉണ്ടായിരുന്ന വാളും കൂടി പോയിട്ട് തകർത്തു. ദ മെൻ റാൻ അവേ ആൻഡ് ദ ക്രൗഡ് ഷൗട്ടഡ് ലൗഡ്ലി. ഇത് കണ്ടപ്പോ ആന ചിതറോടിയപ്പോ എന്ത് വെച്ചു, ഈ പറയുന്ന എല്ലാവരും ഉണ്ടായിരുന്ന ജനക്കൂട്ടങ്ങളൊക്കെ എന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി. അതേപോലെ തന്നെ ഇതിനെ വലിച്ചുകൊണ്ടിരുന്ന ആ ഒരു മെൻ, ആ പറയുന്ന ആ ഒരു 50 ഗ്രൂപ്പ് ഓഫ് മെൻ ഉണ്ടല്ലോ, ആ പറയുന്ന ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ദ വോൾ ഓണർ സ്ലാബ് ദ മെൻ. അതേപോലെ തന്നെ എന്താണ്, ഒരാൾ വന്ന് അടിച്ചു എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരാൾ വന്ന് നമ്മളുടെ ഈ പറയുന്ന ആളെ അടിച്ചു. അത് ആരാണ് അടിച്ചത് ആദ്യം മനസ്സിലായില്ല, പിന്നെ മനസ്സിലായി ആ ഒരു മതിലിന്റെ ഉടമസ്ഥനായിരുന്നു, ആ ഒരു മതിൽ കെട്ടിനുള്ള ഉടമസ്ഥനായിരുന്നു. അയാൾ ഇയാൾ അടിക്കുകയും ചെയ്തു, സ്ലാപ്പ് ചെയ്യുകയും ചെയ്തു. ആൻഡ് ദ പോലീസ് ടുക്ക് ഹിം എവേ. എന്നിട്ട് എന്ത് പറ്റി, ഈ പറഞ്ഞ അവിടെ നാട്ടിലെ പോലീസ്
പോലീസുകാർ വന്നിട്ട് ഇയാളെ പിടിച്ചിട്ട് പോയി. ലേറ്റർ ഹി ഹാഡ് ടു പേ മണി ഫോർ ദ വോൾ. അതിനുശേഷം എന്ത് പറ്റി, ഈ പറഞ്ഞ വോളിന് പൈസ കൊടുക്കേണ്ടി വന്നു, ആ പറയുന്ന ആ ജോലിക്ക് 50 ആൾക്കാർക്ക് പൈസ കൊടുക്കേണ്ടി വന്നു, ഡ്രൈവർക്ക് പൈസ കൊടുക്കേണ്ടി വന്നു, ആൻഡ് ഈവൻ ഫോർ ദി എലിഫന്റ്, ഈ പറയുന്ന ആനക്ക് വരെ ഇയാൾ പൈസ കൊടുക്കേണ്ടി വന്നു. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ നറേഷനിൽ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന ആരും അവരുടെ ആക്ടിവിറ്റീസോ അവരുടെ ജോലിയൊന്നും കൃത്യമായിട്ട് ചെയ്തില്ല. ഈ പറഞ്ഞ ഡ്രൈവർ സ്റ്റിയറിംഗ് കറക്റ്റ് ചെയ്തില്ല, എലിഫന്റ് കറക്റ്റ് ആയിട്ട് പോയില്ല, ഈ പറയുന്ന തള്ളി കൊടുക്കാൻ വന്ന ആ ഒരു 50 ആണുങ്ങൾ അവരെന്താ ചെയ്തത്, അവർ തോന്നിയ പോലെ ചിലവർ അങ്ങോട്ട് തള്ളി ചിലവർ ഇങ്ങോട്ട് തള്ളി, അതുകൊണ്ടൊക്കെയാണ് ഇതിങ്ങനെ പറ്റിയത്. അപ്പോ ഒരു പണിയും ചെയ്യാനിട്ടും ഈ പറയുന്ന ആൾക്കാർക്ക് ആര് പൈസ കൊടുക്കേണ്ടതു, നമ്മൾ ഇയാൾ പൈസ കൊടുക്കേണ്ടി വന്നു. അവർക്ക് മാത്രമല്ല, വോള് തകർന്നുകൊണ്ട് അതിന്റെ ഓണർക്കും പൈസ കൊടുക്കേണ്ടി വന്നു. വാട്ട് സീംഡ് ലൈക്ക് എ ലക്കി പ്രൈസ് ബിക്കേം എ ബിഗ് പ്രോബ്ലം ഫോർ ഹിം. ഇതെന്താണ് കാണിച്ചിരുന്നത്, ഒരു ലക്കി പ്രൈസ്, വളരെ ഭാഗ്യത്തോട് കിട്ടുന്നതാണ് ലോട്ടറി നമ്മൾ പറയൂലേ, ആ ഒരു പ്രൈസ് ഇത്രയും വലിയ പ്രശ്നമായി മാറിയതാണ് അവിടെ നടന്ന ആ ഒരു ഇവന്റ്. അപ്പൊ നമ്മളിവിടെ സമ്മറി അല്ല എഴുതേണ്ടത്, ഇവിടെ നമ്മൾ എന്താണ് എഴുതേണ്ടത്, ആ ഒരു ഇവന്റ് ആണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടായിട്ട് ചോദിച്ചത്. അപ്പൊ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കുമ്പോൾ ആ ഒരു ടോപ്പിക് എന്താ നോക്കി, ഇവിടെ എന്താണ് ആ ഒരു കെയോസ്, ഈ പറഞ്ഞ സാധനം ഒന്നി നടക്കുമ്പോൾ അതൊന്നും ഉണ്ടായിരുന്ന ആ പ്രശ്നങ്ങളെ പറ്റിയുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആയതുകൊണ്ട് ആ ഇവന്റ്സ് മാത്രമാണ്, അത് തള്ളി നീക്കുമ്പോണ്ടായിരുന്ന ആ പ്രശ്നങ്ങൾ എന്താണ്, അതിന്റെ ഒഫീഷ്യൽ റിസൾട്ടുകൾ എന്താണ്, അത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ പറഞ്ഞ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ പറയേണ്ടത്. അപ്പൊ ഇത്രയാണ് ഈ ചെറിയ ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്, ഈസി ആയിട്ട് പഠിച്ചെടുക്കുക. ജസ്റ്റ് 4 പാരഗ്രാഫ് എന്നൊക്കെ പറയാമെങ്കിലും അധികമൊന്നുമില്ല, 2 ലൈനൊക്കെ വീതേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഫോർമാറ്റ് മാർക്ക് ചെയ്ത് ഫസ്റ്റ് എന്താണ് ഹെഡിങ് എഴുതുക, അതിനുശേഷം പ്ലേസ് കൊടുക്കുക. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇമാജിൻ. നിങ്ങൾ ഇമാജിൻ ചെയ്യാട്ടോ, ഇമാജിൻ യു ആർ ദ നറേറ്റർ ഹു വേൺ ദ റോഡ് എഞ്ചിൻ. എന്ത് വിചാരിക്കുക, നിങ്ങളാണ് ഈ പറയുന്ന റോഡ് എഞ്ചിൻ വിൻ ചെയ്ത ആ ഒരാളെന്ന് നിങ്ങൾ വിചാരിക്കാം. റൈറ്റ് എ ലെറ്റർ ടു യുവർ ഫ്രണ്ട് ടെല്ലിംഗ് ഹിം അബൌട്ട് യുവർ സ്ട്രേഞ്ച് പ്രൈസ് ആൻഡ് ദ ട്രബിൾസ് ഇറ്റ് ക്രിയേറ്റഡ് ഫോർ യു. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ ഈ ഒരു ഇവന്റിനെ പറ്റി, നിങ്ങൾക്ക് ഈ ഒരു ലോട്ടറി കിട്ടിയതിനെ പറ്റിയും നിങ്ങൾക്ക് അതുമായിട്ടുണ്ടായപ്പെട്ട ആ ട്രബിൾസ് എന്തൊക്കെയായിരുന്നു അതിനെയൊക്കെ പറ്റി ഒരു ലെറ്റർ എഴുതാം. അപ്പൊ നമുക്കറിയാം ഫ്രണ്ട്സിനും ഫാമിലിക്കും എഴുതുന്ന ലെറ്റർ ആണ് ഇൻഫോർമൽ ലെറ്റർ. അപ്പോ ഇൻഫോർമൽ ലെറ്ററിന്റെ എന്ത് ശ്രദ്ധിക്കണം, ഫോർമാറ്റ് ശ്രദ്ധിക്കണം, ബാക്കി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോ ഇവിടെ ഫസ്റ്റ് നമ്മൾ കൊടുത്തേക്കുന്ന എന്താണ്, സെൻഡേഴ്സ് അഡ്രസ് ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക, സെൻഡേഴ്സ് അഡ്രസ് എന്നാണ് പറയുന്നത്, സെൻഡേഴ്സ് നെയിം പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് എഴുതാൻ പാടില്ല, പേര് എഴുതാൻ പാടില്ല. നെയിം ആൻഡ് അഡ്രസ് പറഞ്ഞാൽ മാത്രം പേര് എഴുതുക. ഇവിടെ ഫോർമാറ്റിൽ എന്താണ്, സെൻഡേഴ്സ് അഡ്രസ് ആണ്. അപ്പോ സെൻഡേഴ്സ് അഡ്രസ് മാത്രം കൊടുക്കുക. ഇവിടെ സെൻഡേഴ്സ് അഡ്രസ് ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നേക്കുന്നത് എന്താണ്, 25B മാൽഗുഡി. അപ്പോ ഫസ്റ്റ് അഡ്രസ് തന്നെ നോക്കാം. നമുക്ക് എന്താണ് കൊടുത്തേക്കണേ, 25B മാൽഗുഡി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അഡ്രസ് ആണ്. അഡ്രസ്സിനൊന്നും നമുക്ക് ഒരു നിർബന്ധങ്ങളൊന്നും ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്രസ്സ് മാറ്റി എഴുതാം. സ്ഥലം മാത്രം ശ്രദ്ധിച്ചാൽ മതി. സ്ഥലം നമുക്ക് അറിയാം, മാൽഗുഡിയാണ്, RK നാരായണാണ്. അതുകൊണ്ട് തന്നെ എന്ത് കൊടുക്കാം, ഈ പറഞ്ഞ 25B എന്നുള്ളൊരു കോഡ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് നമ്പർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അങ്ങനെ ഇഷ്ടമുള്ളത് ഏതെങ്കിലും ഒരു അഡ്രസ്സ് കൊടുത്താൽ മതി. ആ ഒരു സംഭവം. അതുപോലെ തന്നെ എന്താണ്, മാൽഗുഡി എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് എന്താണ്, സെൻഡേഴ്സ് അഡ്രസ്. ഫസ്റ്റ് എന്താണ്, സെൻഡേഴ്സ് അഡ്രസ്. അതിനുശേഷം എന്ത് എഴുതണം, ഡേറ്റ് എഴുതണം. ഡേറ്റ് ശ്രദ്ധിക്കുക, എപ്പോഴും എന്താണ്, മാസങ്ങൾ നമ്മൾ വേർഡ്സിലാക്കി എഴുതാം. ബാക്കിയൊന്നും ശ്രദ്ധിക്കാതെ 20th September 1994. ഇപ്പൊ സെപ്റ്റംബർ 9 മാസം എന്ന് പറഞ്ഞിട്ട് 9 എഴുതാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഡേറ്റുകളിലെ ഈ പറയുന്ന മന്ത് എന്ത് എഴുതണം, ഷോർട്ടൻ ചെയ്ത്. വലിയ വലിയ മന്തുകളാണെങ്കിൽ ഷോർട്ടൻ ചെയ്ത്. ഇപ്പൊ മെയ് ജൂൺ ഒക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് ഇവിടെ എഴുതാം. അതിനുശേഷം എന്ത് ചെയ്താൽ, വേറെ അഡ്രസ്സുകളൊന്നും ഇൻഫോർമൽ ലെറ്ററിൽ ആവശ്യമില്ല. ഇൻഫോർമൽ ലെറ്റർ ആയതുകൊണ്ട് സെൻഡേഴ്സ് അഡ്രസ് മാത്രമേ ആവശ്യമുള്ളൂ. ഫസ്റ്റ് എന്ത് ചെയ്താൽ, സെൻഡേഴ്സ് അഡ്രസ് എഴുതാം. അതിനുശേഷം എന്ത് എഴുതാം, ഈ പറയുന്ന ഡേറ്റ് എഴുതാം. അതിനുശേഷം സല്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇതിനെയാണ്. ഇപ്പൊ മൈ ഡിയർ ഫ്രണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിന് പേര് കൊടുക്കണമെങ്കിൽ ഡിയർ, ഇപ്പോ ഇസ്സ എന്നാണ് പേരെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യുക, ഡിയർ ഇസ്സ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇഷ്ടമുള്ള തരത്തില് പേരുകൾ കൊടുക്കാം. അപ്പോ ഇങ്ങനെയാണ് ഇവിടെ എന്ത് എഴുതിയിരിക്കുന്നത്, നമുക്ക് ലെറ്റർ എഴുതിക്കാം. അപ്പോൾ ലെറ്റർ വായിച്ചു നോക്കാം. I want to tell you about a strange thing that happened. എനിക്ക് വളരെയധികം സ്ട്രേഞ്ച് ആയിട്ട്, വളരെയധികം അപരിചിതമായിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഞാൻ നിന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെറ്റർ എഴുതുന്നത്. അപ്പൊ എന്താണ്, വളരെ അപരിചിതമായിട്ട് എനിക്കൊരു സംഭവം എന്റെ ലൈഫിലുണ്ടായി, അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്. I won a road engine in a lottery. ഞാൻ ഒരു ലോട്ടറി അടിച്ചു. എവിടെ, അറ്റ് ഗേറ്റ്ലാൻഡിൽ വെച്ച് എനിക്കൊരു ലോട്ടറി അടിച്ചു. അവിടെ വെച്ച് എനിക്ക് എന്താണ് ലോട്ടറി അടിച്ചത്, റോഡ് എഞ്ചിൻ ആണ്. അല്ലെ, ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ഒരു റോഡ് എഞ്ചിൻ ലോട്ടറി ആയിട്ട് കിട്ടുക. അപ്പോ ഈ പറഞ്ഞ ലോട്ടറി ആയിട്ട് എനിക്ക് എന്ത് കിട്ടി, റോഡ് എഞ്ചിൻ കിട്ടി. അറ്റ് ഫസ്റ്റ് ഐ വാസ് ഹാപ്പി ബട്ട് സൂൺ ഇറ്റ് ബിക്കേം എ ബിഗ് പ്രോബ്ലം. ആദ്യം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, അതായത് ഭയങ്കര സന്തോഷമായിരുന്നു, ആ റോഡ് എഞ്ചിൻ കിട്ടി എന്നൊക്കെ ഒരു സന്തോഷം, എനിക്ക് ലോട്ടറി അടിച്ചു എന്നുള്ള സന്തോഷം. പക്ഷെ എന്താണ്, ഇത് വലിയ പ്രശ്നമായിട്ട് മാറി. ഒട്ടും വൈകാതെ തന്നെ സൂൺ ഇറ്റ് ബിക്കേം എ ബിഗ് പ്രോബ്ലം. പെട്ടെന്ന് തന്നെ ഇത് വളരെ വളരെ വലിയൊരു പ്രശ്നമായിട്ട് മാറി. അടുത്ത് നോക്കാം, ഐ ഹാഡ് ടു പേ ഹൈ റെന്റ് ഫോർ ഇറ്റ്. നോക്കിയേ, ഇതിന് എനിക്ക് എന്ത് കൊടുക്കേണ്ടി വന്നു, ഈ പറഞ്ഞ റോഡ് എഞ്ചിൻ ആ പറയുന്ന ഒരു മുനിസിപ്പൽ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ആ ജിങ്കാന ഗ്രൗണ്ടിൽ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയ റെന്റ് കൊടുക്കേണ്ടി വന്നു.
സ്പെൻഡ് മണി ഓൺ വർക്കേഴ്സ്, അതേപോലെ തന്നെ എന്താണ് അതിനെ സഹായിക്കാവുന്ന വർക്കേഴ്സ് പൈസ കൊടുക്കേണ്ടി വന്നു. ആൻഡ് ഈവൻ ആൻ എലിഫന്റ് ടു മൂവ്, അതേപോലെ തന്നെ ഈ പറയുന്നത് നീക്കാൻ വന്ന ഒരു ആന കൂടിയാണ് വന്നത്, ആന കൂടി പൈസ ചെലവായി. ദ എൻജിൻ വെന്റ് സിക്സാക് ബ്രോക്ക് വാൾ. അപ്പൊ എന്താണ് ഈ പറയുന്ന എഞ്ചിൻ എന്താണ്, എഞ്ചിൻ തോന്നിയ പോലെ സിക്സാക് വഴി കൂടിയാണ് പോയത്, തോന്നിയ പോലെയാണ് എഞ്ചിൻ പോയത്. ബ്രോക്ക് ദ വാൾ, അതേപോലെ തന്നെ എന്ത് പറ്റി, അതൊരു വാളിനെ ബ്രോക്ക് ചെയ്തു, ഒരു ചുമരിനെ ഇടിച്ചു തകർത്തു. ആൻഡ് ദ പോലീസ് ടുക്ക് മീ അവേ, അവസാനം എന്ത് പറ്റി, പോലീസ് ഒരു പിടിച്ചുകൊണ്ടുപോയി. വാൾ ലുക്ക് ലൈക്ക് എ പ്രൈസ് ഓൺലി ഗവ് മീ ട്രബിൾ. അതായത് വലിയ വലിയ പ്രശ്നം എന്ന് തോന്നിയ സംഭവങ്ങൾ എന്താണ് ഇപ്പൊ എനിക്ക്, അല്ലെങ്കിൽ വലിയ വലിയ സന്തോഷം എന്ന് തോന്നിയ, വലിയ വലിയ ലോട്ടറി അടിച്ചെന്ന് തോന്നിയ സംഭവം എനിക്കൊരു വലിയ ട്രബിൾ ആയിട്ടാണ് മാറിയത്. യുവേഴ്സ് ലവിംഗ്ലി റാം. വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ലെറ്റർ ആണ് ഈ പഠിക്കാനുള്ളത്. ഇത് ഈസി ആയിട്ട് പഠിക്കാം. ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല, ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞാൽ നറേഷനും ഇതും ഏകദേശം സെയിം ആണ്. അപ്പൊ നമുക്ക് അധികം ബുദ്ധിമുട്ടുകൾ വരില്ല. അപ്പൊ അടുത്തത് വേറൊരു ലെറ്റർ ആണ്. വേറെ ലെറ്റർ എന്ന് പറയുമ്പോൾ മാറ്റമുണ്ട്. നേരത്തെ പഠിച്ചത് ഇൻഫോർമൽ ലെറ്റർ ആണ്, ഫ്രണ്ട്സിനെയും ഫാമിലിക്കാണ്. ഇപ്പൊ പഠിക്കുന്നത് എന്താണ്, ഫോർമൽ ലെറ്റർ ആണ്. നോക്കാം, ഇമാജിൻ യു ആർ ദ നറേറ്റർ. നിങ്ങളാണ് ഈ പറയുന്ന കഥയുടെ നറേറ്റർ എന്ന് വിചാരിക്കാം. യു വോണ്ട് ദ റോഡ് എഞ്ചിൻ ഇൻ ദ ലോട്ടറി. ലോട്ടറിയിൽ നിങ്ങൾക്ക് എന്തടിച്ചു, ഈ പറഞ്ഞ റോഡ് എഞ്ചിൻ അടിച്ചു. യു ആർ അണബിൾ ടു മെയിൻറ്റെയിൻ ഇറ്റ് ആൻഡ് മുനിസിപ്പാലിറ്റി ഹാസ് ആസ്ക്ഡ് ടു മൂവ് ഇറ്റ്, യു ടു റിമൂവ് ഇറ്റ്. അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റി നിങ്ങൾക്ക് ഓർഡർ തന്നു, പക്ഷെ നിങ്ങൾക്ക് അവിടെ നിന്ന് നീക്കാനും പറ്റുന്നില്ല. റൈറ്റ് എ ഫോർമൽ ലെറ്റർ ടു ദ മുനിസിപ്പൽ ചെയർമാൻ റിക്വസ്റ്റിംഗ് ഹിസ് ഹെൽപ്പ് ടു ബൈ ഓർ റിമൂവ് ദ റോഡ് എഞ്ചിൻ. അപ്പൊ എന്താണ്, നിങ്ങൾ അതിനെ സഹായം ചോദിച്ചുകൊണ്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മുനിസിപ്പൽ ചെയർമാൻ ഒരു ലെറ്റർ അയക്കാനാണ് പറയുന്നത്. എന്തിന്, റിക്വസ്റ്റ് ഹിസ് ഹെൽപ്പ് ടു ബൈ ഓർ റിമൂവ് ദ റോഡ് എഞ്ചിൻ. ഒന്നില്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഇത് മേടിച്ചോ, അല്ലെങ്കിൽ എന്താണ് അത് നീക്കാനുള്ള സഹായം ഇവരോട് ആഗ്രഹിച്ചുള്ള ചോദിച്ചുകൊണ്ടുള്ളൊരു ലെറ്റർ ആണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് എന്താണ്, സെന്റേഴ്സ് അഡ്രസ്. നേരത്തെ കണ്ട പോലെ തന്നെ നെയിമിന്റെ ആവശ്യമില്ല, സെന്റേഴ്സ് അഡ്രസ്, ഡേറ്റ്, അതേപോലെ തന്നെ റിസീവേഴ്സ് അഡ്രസ്. ഫസ്റ്റ് എന്താണ്, സെന്റേഴ്സ് അഡ്രസ്, അയക്കുന്ന ആളുടെ അഡ്രസ് മാത്രം. ഇവിടെ എന്താണ് 25B മാൽഗുഡി എന്ന് പറയുന്ന സംഭവം കൊടുത്തേക്കണേ. അടുത്തത് നോക്കുക, ഡേറ്റ് ആണ് കൊടുത്തേക്കണേ, 22 സെപ്റ്റംബർ 1994 എന്നുള്ള ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ദ മുനിസിപ്പൽ ചെയർമാൻ. ഇവിടെ വേണം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് ആരുടെ അഡ്രസ് വേണം, മുനിസിപ്പൽ ചെയർമാൻ ആർക്കാണോ അയക്കുന്നത് ആ ഒരു ഒഫീഷ്യൽ അഡ്രസ് കൊടുക്കണം. അപ്പൊ എപ്പോഴും TH ദാ കൂട്ടിയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. ദ മുനിസിപ്പൽ ചെയർമാൻ, മുനിസിപ്പൽ ഓഫീസ്, മാൽഗുഡി. ഇതാണ് നമ്മൾ ആ കൊടുത്തിരിക്കുന്ന അഡ്രസ്. ഫസ്റ്റ് എന്താണ്, സെന്റേഴ്സ് അഡ്രസ്, അയക്കുന്ന ആളുടെ അഡ്രസ്. അതിനുശേഷം എന്താണ്, ഡേറ്റ്. അതിനുശേഷം എന്താണ്, റിസീവേഴ്സ് അഡ്രസ്, ആർക്കാണോ അയക്കുന്നത് അവിടുത്തെ അഡ്രസ്. മുനിസിപ്പൽ ചെയർമാന് പേരുണ്ടാവും, പക്ഷെ പേരൊന്നും എഴുതേണ്ട കാര്യമില്ല, അയാളുടെ എന്താണ് അയാളുടെ പൊസിഷൻ, അത് മാത്രം. അതിനുശേഷം നമ്മൾ എന്ത് കൊടുക്കണം, സബ്ജക്റ്റ് കൊടുക്കണം. ഈ പറയുന്ന ഒഫീഷ്യൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഫോർമൽ ലെറ്റേഴ്സിലുള്ള ഫോർമാറ്റിലുള്ളതാണ് എന്ത്, സബ്ജക്റ്റ്. ഇവിടുത്തെ സബ്ജക്ട് എന്താ, റിക്വസ്റ്റ് ഫോർ ഹെൽപ്പ് ഇൻ റിമൂവിംഗ് ദ റോഡ് എഞ്ചിൻ. ഈ പറയുന്ന റോഡ് എഞ്ചിൻ അവിടെ നീക്കാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ആണ്. അപ്പോ അടുത്തെന്താണ്, റെസ്പെക്റ്റഡ് സർ. ഈ പറഞ്ഞ സല്യൂട്ടേഷൻ. നമ്മൾ നേരത്തെ ഡിയറസ്റ്റ് ഒക്കെ പറഞ്ഞല്ലേ, പ്രിയപ്പെട്ട, പക്ഷെ ഇവിടുത്തെ ഒഫീഷ്യൽ ആയിട്ട് റെസ്പെക്റ്റഡ് സർ ആണ് കൊടുക്കുന്നത്. അപ്പോ ലെറ്റർ എങ്ങനെയാണ്, ഐ ആം റൈറ്റിംഗ്, ഞാൻ ഈ പറയുന്ന കത്ത് എഴുതുന്നത്, ഐ ആം റൈറ്റിംഗ് ടു യു അബൌട്ട് എ റോഡ് എഞ്ചിൻ വിച്ച് ഐ വോൺ ഇൻ എ ലോട്ടറി അറ്റ് ഗേറ്റ് ലാൻഡ്. ഞാനൊരു റോഡ് എഞ്ചിനെ പറ്റി പറയാൻ വേണ്ടിയാണ് ഈ ലെറ്റർ അയക്കുന്നത്. അത് ഞാൻ ഗേറ്റ് ലാൻഡിലെ ലോട്ടറി ആയിട്ട്, ഗേറ്റ് ലാൻഡിൽ ഫംഗ്ഷൻ നടന്നപ്പോൾ അവിടെ ഒരു ലോട്ടറി അടിച്ചാണ് എനിക്ക് എന്ത്, ഈ പറയുന്ന റോഡ് എഞ്ചിൻ. അറ്റ് ഫസ്റ്റ് ദ ഷോമാൻ കെപ്റ്റ് ഇറ്റ് ഇൻ ദ ജിംഖാന ഗ്രൗണ്ട്സ്. ആദ്യം ഈ പറഞ്ഞ ജിംഖാന ഗ്രൗണ്ടിൽ തന്നെയാണ് ഷോമാൻ അത് വെച്ചിരുന്നത്. ബട്ട് ആഫ്റ്റർ ഹി ലെഫ്റ്റ് മുനിസിപ്പാലിറ്റി ആസ്ക്ഡ് മീ ടു റിമൂവ് ഇറ്റ്. ജിംഖാന ഗ്രൗണ്ടിൽ ഈ പറയുന്ന ഗേറ്റ് ലാൻഡ് പോയപ്പോൾ മുനിസിപ്പാലിറ്റിക്കാർ എന്നോട് എന്ത് പറഞ്ഞു, അവിടെ അത് മൂവ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം എന്നോട് പറഞ്ഞു. ഐ എം എ പൂർ മാൻ, ഞാൻ വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. ആൻഡ് കനോട്ട് മെയിൻറ്റെയിൻ ദി എഞ്ചിൻ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്നത് ഞാൻ വളരെ പാവപ്പെട്ടവനാണ്, അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളോ പൈസയോ കാര്യങ്ങളോ ഒന്നും എന്റെ കയ്യിലില്ല. ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി ബൈ ദ റോഡ് എഞ്ചിൻ. ഞാൻ നിങ്ങളോട് എന്താണ് അപേക്ഷിക്കുകയാണ്, എന്താണ് അപേക്ഷിക്കുന്നത്, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സംഭവം മേടിക്കുക, റോഡ് എഞ്ചിൻ നിങ്ങൾ അത് മേടിക്കുക, നിങ്ങൾക്ക് വളരെയധികം പൈസ കുറവ് ഞാൻ തരാനോടെ അയാൾ അതിൽ പറയുന്നുണ്ട്. ഓർ ഹെൽപ്പ് മീ ടു മൂവ് ഇറ്റ് ഫ്രം ദ ഗ്രൗണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കാം. ദിസ് വിൽ ബി എ ഗ്രേറ്റ് ഹെൽപ്പ് ഫോർ മീ. ഇത് നിങ്ങൾ എനിക്ക് ചെയ്തു തന്നാൽ അതെനിക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി റാം. നമ്മളോട് ഒരു ഇമാജിനറി നെയിം, റാം എന്ന് പറഞ്ഞ ഇമാജിനറി നെയിം കൊടുത്തിട്ട് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, വിശ്വസ്തയോട്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്, ഫോർമൽ ലെറ്റർ ആണ്. ഫോർമൽ ലെറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, വിശ്വസ്തയോട് കൂടി. അതിനു മുമ്പ് നമ്മൾ പഠിച്ച ലെറ്റർ ഏതാണ്, അതിന് മുമ്പ് പഠിച്ചത് ഇൻഫോർമൽ ലെറ്റർ ആണ്. ഫ്രണ്ട്സിനും ഫാമിലിക്ക് അയക്കുന്നതാണ് ഇൻഫോർമൽ ലെറ്റർ. ഇൻഫോർമൽ ലെറ്ററിൽ എന്താ യൂസ് ചെയ്യുന്നത്, യുവേഴ്സ് ലവിംഗ്. അപ്പൊ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. ഇൻഫോർമൽ ലെറ്ററിലാവുമ്പോൾ സെന്റേഴ്സ് അഡ്രസ് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, സല്യൂട്ടേഷൻ കൊടുക്കുക, കാര്യങ്ങൾ പറയാം, അതിനുശേഷം യുവേഴ്സ് ലവിംഗ് കൊടുക്കുക. ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ്, ഇതൊരു ഫോർമൽ ലെറ്റർ ആണ്. ഫോർമൽ ലെറ്ററും എല്ലാ ടൈപ്പ് ലെറ്റേഴ്സ് എങ്ങനെയൊക്കെയാണ് ഷോർട്ട് ചെയ്താൽ മതി, ഒരുപാടൊന്നും ഈ പറഞ്ഞ ലെറ്റേഴ്സിൽ എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താണ്,
സെൻഡേഴ്സ് അഡ്രസ്, ഡേറ്റ്, റിസീവേഴ്സ് അഡ്രസ്. അവിടെ റിസീവേഴ്സ് അഡ്രസ് ഇല്ല, പക്ഷെ ഇവിടെ റിസീവേഴ്സ് അഡ്രസ് ഉണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ദാ കൂട്ടി വേണം എഴുതാൻ. അതേപോലെ തന്നെ സബ്ജക്റ്റ് ഉണ്ട്, എന്താണ് വിഷയം, എന്താണ് കാര്യം എന്ന് ഷോർട്ടൻ ചെയ്ത് സബ്ജക്ട് എന്ന് പറഞ്ഞ് എഴുതും. അവിടെ നമ്മൾ ഡിയറസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ സല്യൂട്ടേഷൻ റെസ്പെക്റ്റഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടുത്തെ എൻഡിങ്ങിൽ എന്താണ്, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, വിശ്വസ്തയോട് കൂടി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത്രയാണ് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ബേസിക്കലി നമുക്ക് ഇമാജിൻ ചെയ്തെടുക്കാവുന്ന അല്ലെങ്കിൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇത് എല്ലാം വളരെ ഈസിയാണ്. എല്ലാത്തിലും നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി സെയിം പാസേജസ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കും എളുപ്പത്തിൽ ഇത് പഠിച്ചെടുക്കാൻ പറ്റും. നറേഷൻ പഠിച്ചാൽ തന്നെ ബാക്കിയുള്ളതൊക്കെ ഏകദേശം നമുക്ക് ഫോർമാറ്റിൽ പഠിച്ചെടുത്താൽ ബാക്കിയുള്ളതൊക്കെ ഈസി ആയിട്ട് പെട്ടെന്ന് കിട്ടുന്ന രീതിയിലാണ് നോട്ട്സ് തന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇത് പഠിക്കുക. അത്രയാണ് ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ള നോട്ട്സ്. താങ്ക് യു.